ഈ വീഡിയോ ഞാൻ ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ് വീഡിയോ എഡിറ്റിങ്ങിനായി ഉപയോഗിക്കുന്നതെന്നും അതേപോലെ തന്നെ വേറെ ഏതൊക്കെ ഫ്രീ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയർസാണ് അഡോബി പ്രീമിയർ പ്രോ. അത് പറഞ്ഞാൽ വെച്ചാൽ പെയ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതേപോലെ തന്നെ ഫൈനൽ കട്ട് പ്രോ, അത് പക്ഷെ മാക്കിൽ അവൈലബിൾ ആകുന്നതിനും അതേപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എടുക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഡാവൻചി റിസോൾവിൻ്റെ ഫ്രീ വേർഷൻ ആണ്. ഡാവൻചി റിസോൾവിന് 2 വേർഷൻസ് ആണുള്ളത്, ഫ്രീ വേർഷനും അതേപോലെ തന്നെ സ്റ്റുഡിയോ വേർഷനും. സ്റ്റുഡിയോ വേർഷൻ എന്ന് പറയുന്നത് പെയ്ഡ് വേർഷൻ ആണ്. ഫ്രീ വേർഷൻ തന്നെ ധാരാളമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ഡാവൻചി റിസോൾവ് മാക്ഓഎസ്, വിൻഡോസ്, ലിനക്സ് എന്നിവയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വളരെ സ്ലോ ആണെച്ചാൽ നിങ്ങൾക്ക് ഡാവൻചി റിസോൾവ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് വേറെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നതായിരിക്കും. ആദ്യം തന്നെ ഗൂഗിളിൽ ഡാവൻചി റിസോൾവ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഡാവൻചി റിസോൾവിൻ്റെ ഈ വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടുന്നതാവും. 2 ഓപ്ഷൻസ് കാണാം. ഫ്രീ ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ളതും അതേപോലെ പെയ്ഡ് ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ളതും. ഫ്രീ ഓപ്ഷൻ തന്നെ വളരെ ധാരാളമാണ്, അപ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 2 വിൻഡോ വരുന്നതായിരിക്കും. അതിലേത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലിനക്സിൽ ഡൗൺലോഡ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ഞാൻ വിൻഡോസിലും മാക്ഓഎസിലും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഡാവൻചി റിസോൾവ് ഓപ്പൺ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാനൊരു ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുകയാണ്, ക്രിയേറ്റ് ചെയ്യാണ്. ഡാവൻചി റിസോൾവ് ഓപ്പൺ ചെയ്തത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടാലൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. എഡിറ്റിംഗ് എങ്ങനെ പഠിക്കാമെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. കാരണം ഡാവൻചി റിസോൾവ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഏറ്റവും വളരെ നന്നായിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഡാവൻചി റിസോൾവ് സ്ലോ ആയിട്ട് റൺ ആവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇത് സപ്പോർട്ട് ചെയ്യില്ല, അങ്ങനെയൊക്കെ വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ. അത് എല്ലാ OSലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ലഭിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ubuntu ആണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടാവും ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ. അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഷോർട്ട് കട്ട് വീഡിയോ എഡിറ്റർ. ഇതും ഫ്രീ ആണ്. മറ്റേ ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്ററും അതും ഫ്രീ ആണ്. ഇത് എല്ലാ OSലും റൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 2 വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും നിങ്ങൾക്ക് അതേപോലെ തന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതാക്കേണ്ടത് എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ ആൻഡ്രോയിഡിൽ വീഡിയോ എഡിറ്റിംഗ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് VN വീഡിയോ എഡിറ്റർ. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.